ഹായ്, നിങ്ങൾ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരാണോ? സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടോ? ഉത്കണ്ഠയുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരവും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ബാക്കി പത്രമായി നിങ്ങളുടെ ശരീരത്തിലും എന്തെങ്കിലും മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മളുടെ ശരീരത്തിൽ ഓരോ മാറ്റങ്ങൾ വരുന്നതിൻ്റെ തുടക്കം നമ്മുടെ മനസ്സിലെ മാറ്റങ്ങളിൽ നിന്നാണ്. നമ്മൾ വിചാരിച്ചാൽ തന്നെ നമ്മളുടെ എല്ലാ ഈ സ്ട്രെസ്സിൽ നിന്നും നമുക്ക് പുറത്ത് വന്ന് നമുക്ക് സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതിന് നമുക്ക് ഒരു 4 സ്റ്റെപ്പുകൾ അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അതിൻ്റെ ഫസ്റ്റാണ് നമ്മളുടെ തിങ്കിങ് പാറ്റേൺ മാറ്റുക എന്നുള്ളത്. കാരണം നമ്മൾ നിരന്തരമായി എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മളുടെ ജീവിതമായി മാറുന്നത്. നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്നത് നമ്മളുടെ ഈ സ്ട്രെസ് നിറഞ്ഞ ഈ ഓരോ ജീവിതത്തെക്കുറിച്ചാണെങ്കിൽ അത്തരം കാര്യം തന്നെയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയല്ലേ. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്താരീതിയെ മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു ലൈഫുണ്ട്, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ലൈഫുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കരിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്നു മുതൽ ഒഴിവാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ആ ജീവിതത്തെക്കുറിച്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ സ്വപ്നം കാണും. അത് നിങ്ങൾ ഹ്യൂജ് വ്യത്യാസം വരുത്തും. അതിന് സഹായിക്കുന്ന രണ്ടാമത്തെ പോയിന്റാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളിപ്പോൾ ഇല്ല എന്ന് നിങ്ങൾ എന്തെല്ലാം ചിന്തിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ ഫോക്കസ്. നിങ്ങൾക്ക് ഇതിനൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ് മാറ്റുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പൂർണ്ണ ആരോഗ്യത്തിന്, അതേപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള കുടുംബാംഗങ്ങൾക്ക്, നിങ്ങൾക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന്, നിങ്ങൾ താമസിക്കുന്ന വീടിന്, വാടക വീടായിക്കോട്ടെ, ഒരു വീടുണ്ടല്ലോ, ആ ഓരോ നന്മകളെയും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഫുൾ ശ്രദ്ധിക്കുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ മാനസിക സംഘർഷം കുറയുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മളുടെ പല ഗ്രൂപ്പുകളിലും ഇത് പ്രാക്ടീസ് ചെയ്ത് പലരും സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൂന്നാമത്തേതാണ് മെഡിറ്റേഷൻ. നിരന്തരമായി മെഡിറ്റേറ്റ് ചെയ്യുന്നവരുടെ ജീനുകളിൽ വരെ വ്യത്യാസം വരുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാസ വരെ മെഡിറ്റേഷൻ്റെ പവറിനെ കുറിച്ച് പലപ്പോഴും പോസ്റ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മെഡിറ്റേഷൻ റെഗുലറായി ചെയ്യുന്ന വ്യക്തിയിൽ അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ സ്ട്രെസ്സിൽ നിന്നെല്ലാം പുറത്ത് കിടക്കാനായിട്ട് ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നല്ല ഒരു വ്യത്യാസം വരുത്തും. 4ാമത്തെ പോയിന്റാണ് അഫർമേഷൻസ്. ഇതും വളരെ പവർഫുള്ളായ ഒരു ടൂളാണ്. കാരണം ഈ അഫർമേഷൻസ് ഉപയോഗിച്ച് മാത്രം നമ്മുടെ ശരീരത്തിൽ വ്യത്യാസം വരുത്തുന്നത് നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ ലൈവായിട്ട് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് അറിയുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ ഇതേ അഫർമേഷൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഓരോ മാനസിക അസ്വസ്ഥതകളെയും അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളെയും നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. നമ്മളിതെല്ലാം എത്ര വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്നവർ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വ്യത്യാസം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഈ സ്പെഷ്യൽ മെഡിറ്റേഷനിലൊക്കെ ആ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ആ ഒരു മാനസികമാണെങ്കിലോ ശാരീരികമായിട്ടുള്ള ആ ഒരു പെയിൻ റിലീഫ് ആവുന്നത്, അതിൻ്റെ തീവ്രത കുറയുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റാറുണ്ട്. പലപ്പോഴും അവർ തന്നെ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് തോന്നിയത് ആ മെഡിറ്റേഷൻ ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതായിട്ട്. ദിവസം മുതൽ ആ ഒരു മെഡിറ്റേഷൻ്റെ സെഷൻ നമ്മൾ വെക്കുന്നുണ്ട് റെഗുലറായി കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.